2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രമായി മാറിയ സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഒരു MP തൃശ്ശൂരിൽ നിന്ന് BJPക്ക് ലഭിച്ചിരിക്കുകയാണ്. ആദ്യം സാക്ഷാൽ സുരേഷ് ഗോപി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് BJPയിലേക്ക് വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് തൃശ്ശൂർ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് ഈ പറയുന്ന തരത്തിൽ LDFും UDFും ഇട്ടുകൊണ്ടൊക്കെ തന്നെ നിരവധി പേരായിരുന്നു BJPയിലേക്ക് എത്തിച്ചേർന്നത് തന്നെ. എന്നാൽ ആ ഒരു ഒഴുക്കിന് ഇപ്പോഴും ഒരു തരത്തിലുമുള്ള കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ഇപ്പോൾ BJPയിലേക്ക് ചേർന്നവരുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്ന വർധനവെന്ന് പറയുന്നത്. അതായത് തൃശ്ശൂർ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ തന്നെ സാന്നിധ്യത്തിൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ നടത്തറയിൽ CPI ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഭൂരിപക്ഷം കമ്മിറ്റി അംഗങ്ങളും ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. സുരേഷ് ഗോപി തന്നെയാണ് അവരെ ഷോൾ അണിയിച്ച് BJPയിലേക്ക് അംഗത്വം നൽകിയിരിക്കുന്നത്. അതായത് CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഭൂരിപക്ഷം കമ്മിറ്റി അംഗങ്ങളും കൂട്ടമായിട്ട് ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും LDFിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDFിൽ നിന്ന് മാത്രമല്ല, ഈ പറയുന്ന തരത്തിൽ UDFിൽ നിന്നും നിരവധി പേർ BJPയിലേക്ക് ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും തൃശ്ശൂർ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുകൂടാതെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മുൻ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ശ്രീ ഫീം ജയരാജും BJPയിൽ ചേർന്നിരിക്കുകയാണ്. എന്തായാലും തൃശ്ശൂരിലെ ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തൃശ്ശൂർ പൂർണ്ണതോതിൽ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. LDFിനും UDFിനും തൃശ്ശൂരിൽ അവരുടെ ശക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് തൃശ്ശൂരിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന തരത്തിൽ പാർട്ടിയിൽ നിന്നൊക്കെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ BJPയിലേക്ക് ഓരോ ദിവസം കഴിയും തോറും എത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയം, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത്, അതായത് BJPക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു സ്ഥലവും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായ ഒരു MP ഉള്ള ഒരു സ്ഥലവും കൂടിയാണ് തൃശ്ശൂർ. ആ ഒരു സ്ഥലത്ത് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒക്കെ തന്നെ നിരവധി പേര്, അതും പ്രധാനപ്പെട്ടവർ ഉൾപ്പെടെ BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP ഗുണകരമാക്കി മാറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വിജയിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് BJPയുടെ ഈ ഒരു നീക്കങ്ങൾ എന്നൊക്കെയുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ കാലിടറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അവർ ഇനിയും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പോലും BJP വീണ്ടും വിജയം ആവർത്തിക്കുന്ന തരത്തിലോട്ട് തൃശ്ശൂർ കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്.